സോഷ്യൽ പോലീസിംഗിൻ്റെ ഡയറക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന എല്ലാ ടീം മെമ്പേഴ്സ് ആൻഡ് വിവിധ ജില്ലകളിൽ നിന്ന് കൊല്ലം സിറ്റി റൂറൽ, ട്രിവാൻഡ്രം സിറ്റി റൂറൽ എന്ന് വന്നിട്ടുള്ള CWPOs എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ബിഹേവിയറൽ ആസ്പെക്ട് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്, ഡൂസ് ആൻഡ് ഡോൺസ്. കുട്ടികളുമായിട്ട് ചിലപ്പോൾ ജുവിനൈൽ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ ആയിരിക്കാം, JCAL ആയിരിക്കാം. അപ്പൊ ആ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം നമുക്കറിയണം. അവരെ നമുക്ക് യൂണിഫോം ഇട്ട് പോയി അറസ്റ്റ് ചെയ്തിട്ട് വരാൻ പറ്റുമോ? പോലീസ് സ്റ്റേഷനിൽ രാത്രി ലോക്കപ്പിൽ ഇടാൻ പറ്റുമോ അഡൽട്സുമായിട്ട്? പറ്റുമോ? അപ്പൊ പറ്റൂല എന്നെങ്കിൽ കുറച്ചു പേര് പറയുന്നു. അപ്പൊ ജുവനൈൽ ഹോമിന്റെ കോൺസെപ്റ്റ് തന്നെ റിഫോർമേഷൻ ആണ്, മനസ്സിലായില്ലേ? സോ 18 വയസ്സ് പ്രായം പൂർത്തിയാകാത്ത ആളുകൾ എല്ലാവരും കുട്ടികളാണെങ്കിൽ കുട്ടികൾ തന്നെയാണ്. ലെസ് ദൻ 7 ആണെങ്കിൽ IPCയിൽ തന്നെ BNS തന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഒരു കൽപ്പപ്പെടുത്തിയും ഇല്ല. ലെസ് ദൻ 7 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും അറിയാവോ? 11 വയസ്സ് പ്രായമുള്ള കുട്ടികൾ പോക്സോ കേസ് എടുത്തത് 15 പേര്. കേസേ എടുക്കാൻ പാടില്ല, FIR എന്നൊരു സാധനം ഇടാൻ പാടില്ല. നിങ്ങൾ GD എൻട്രി ചെയ്യുക, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യണം. ഈവൻ ഒരു പോക്സോ കുട്ടിയെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും പോക്സോ നിയമം പ്രകാരം നമ്മൾ ആ കുട്ടിക്ക് ചെയ്യേണ്ട ചെറിയ ഡ്യൂട്ടീസ് ഉണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന്. ആ കുട്ടിക്ക് എവിടെ ആവശ്യമോ ആ സ്ഥലത്താണ് നമുക്ക് പോയി സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടത്. ആ കുട്ടീനെ സ്റ്റേഷൻ നമുക്ക് വിളിപ്പിക്കാൻ പാടുണ്ടോ? ആൻഡ് മെയിൽ പോലീസ് ഓഫീസർ ആ കുട്ടീനെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റുമോ? മാക്സിമം ഫീമെയിൽ പോലീസ് ഓഫീസേഴ്സ് അബവ് ദ റാങ്ക് ഓഫ് SI എന്നാണ് പറയുന്നത്. സോ അറ്റ്ലീസ്റ്റ് SI റാങ്ക് ഇല്ല എങ്കിലും ഫീമെയിൽ പോലീസ് ഓഫീസർ ആയിരിക്കണം ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുക. അത് നമ്മൾ മഫ്റ്റിയിലായിരിക്കും ചൈൽഡ് ഫ്രണ്ട്ലി ഒരു അറ്റ്മോസ്ഫിയർ ആ കുട്ടിക്ക് ക്രിയേറ്റ് ചെയ്യണം സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ. കുട്ടികളെ സംബന്ധിച്ചോളം നമ്മളുടെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും എല്ലാവിധ ആശംസ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുട്ടികളെ കോൺഫ്ലിക്റ്റ് വിത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അവരെ പ്രതികളായിട്ട് കാണാതെ അവരെ കുട്ടികളായിട്ട് കാണുക, അവരോട് മാന്യമായി സംസാരിക്കുക, റെസ്പെക്ട്. അവർ എന്തുവാ സംസാരിക്കേണ്ടത്, എന്തുവാ പറയാൻ ആഗ്രഹിക്കേണ്ടത്, അതൊന്ന് നമ്മൾ കേൾക്കാൻ സന്മനസ് വേണം. പേഷ്യൻ്റ് ആയിരിക്കണം. പേഷ്യൻ്റ് ലിസണർ, നല്ല ലിസണർ ആകാൻ പഠിക്കണം. വളരെ സൗമ്യമായിട്ട് സംസാരിക്കാൻ പഠിക്കണം. നിങ്ങളായിരിക്കും ചിലപ്പോൾ ആ കുട്ടിക്ക് അന്ന ദിവസത്തിൽ കിട്ടുന്ന ഒരു സേഫ് ആയിട്ടുള്ള അഡൽട്ട് ആയിരിക്കും.